മഹ്മൂദ് ഷാ മഹാരാജാവ് കേവലം ഒരു തോർത്തുമുണ്ട് മാത്രം ധരിച്ചു കുളിക്കാനായി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു പുലി പ്രത്യക്ഷപ്പെട്ടതും അതിനെ പിന്തുടർന്ന് കാട്ടിലെത്തിയ അദ്ദേഹത്തെ അയൽനാട്ടിലെ ഭടന്മാർ പിടികൂടിയതും നാം കണ്ടുവല്ലോ. ഒരു കള്ളനെന്ന് മുദ്രകുത്തി അദ്ദേഹത്തിന്റെ ഇരു കൈപ്പത്തികളും അവർ വെട്ടിമാറ്റി. എന്നാൽ തടവിലാക്കപ്പെട്ട ഈ കള്ളൻ തന്റെ പ്രതിശ്രുതവരനാണെന്ന് തിരിച്ചറിഞ്ഞ രാജകുമാരി അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചുതരണമെന്ന് പിതാവിനോട് വാശിപിടിക്കുന്നതുവരെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. നാളെ എന്റെ വിവാഹം നടത്തിത്തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ജീവനൊടുക്കും. രാജകുമാരിയുടെ ഈ അന്ത്യശാസനം കേട്ട് രാജാവും രാജ്ഞിയും മന്ത്രിമാരും ഒരുപോലെ സ്തബ്ധരായി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ വീണ്ടും അടിയന്തര മന്ത്രണം നടത്തി. മഹാരാജാവേ, രാജകുമാരിക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഉചിതം, മന്ത്രിമാർ ഉപദേശിച്ചു. ഏകപുത്രിയുടെ ജീവൻ അപകടം സംഭവിക്കുമെന്ന ഭയത്താൽ മഹാറാണിയും ആ തീരുമാനത്തെ പിന്തുണച്ചു. ഒരു കള്ളനാണെങ്കിൽ പോലും മകളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നു. ഒടുവിൽ പിറ്റേന്ന് തന്നെ വിവാഹം നടത്താൻ രാജാവ് ഉത്തരവിട്ടു. കൊട്ടാരവും പരിസരവും അലങ്കാരദീപ്തമായി. ഒരു ഭടൻ ജയിലെത്തി പരിഹാസത്തോടെ മഹ്മൂദ് രാജാവിനോട് പറഞ്ഞു, എടോ, താൻ വലിയ ഭാഗ്യവാൻ തന്നെ. രാജാവിന്റെ ഏകപുത്രിയാണല്ലോ നാളെ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതുകേട്ട് മഹ്മൂദ് രാജാവ് മൗനമായി തലതാഴ്ത്തി നിന്നു. രാജകുമാരി സംഗതികൾ തന്ത്രപൂർവ്വം നീക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്റെ യഥാർത്ഥ വ്യക്തിത്വം ആരോടും വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം അവളോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നതാണല്ലോ. എങ്കിലും അദ്ദേഹം അതീവ അസ്വസ്ഥനായിരുന്നു. വെട്ടിമാറ്റപ്പെട്ട തന്റെ കൈത്തണ്ടകൾ ആകാശത്തേക്കുയർത്തി അദ്ദേഹം റബ്ബിനോട് തേടി. എന്റെ രക്ഷിതാവേ, എന്റെ വിവാഹമാണെന്ന് പറയുന്നു. എന്നാൽ ഇരു കൈപ്പത്തികളുമില്ലാത്ത ഞാൻ എന്തു ചെയ്യും? എനിക്ക് ഇനിയും ജീവിതമാണ് നീ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ എന്റെ കൈകൾ പൂർവ്വസ്ഥിതിയിലാക്കി എന്നെ നീ അനുഗ്രഹിക്കണമേ. അതല്ല, മരണമാണ് വിധിയെങ്കിൽ നാളെ പുലരുമ്പോഴേക്കും ഈ ജയിലറയിൽ വെച്ച് എന്റെ റൂഹിനെ നീ ഏറ്റെടുക്കണമേ. മുത്ത് നബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ആ പ്രാർത്ഥന സമർപ്പിച്ചു. മുസല്ലയിലിരുന്ന് സ്വലാത്തുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കെ അദ്ദേഹം മയക്കത്തിലേക്ക് വഴുതി വീണു. ആ നിദ്രയിലും സ്വലാത്തുകൾ അദ്ദേഹത്തിന്റെ നാവുകളിൽ തത്തിക്കളിച്ചിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മനോഹരമായ ഒരു സ്വപ്നം കണ്ടു. അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ് അദ്ദേഹം. ദൂരെ ഒരു പ്രകാശഗോളം തെളിഞ്ഞുവരുന്നു. അടുത്തേക്ക് ചെല്ലുന്തോറും ആ പ്രകാശം കൂടുതൽ പ്രഭയുള്ളതാകുകയും 4 രൂപങ്ങൾ തെളിഞ്ഞുവരികയും ചെയ്തു. ഒരു വശത്ത് അബൂബക്കർ സിദ്ദീഖ് ഉമർ എന്നിവരും മറുവശത്ത് ഉസ്മാൻ അലി എന്നിവരും. അവർക്ക് നടുവിലായി പ്രപഞ്ചനാഥന്റെ പ്രിയപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളും. മഹ്മൂദ് രാജാവ് സന്തോഷത്തോടെ സലാം ചൊല്ലി. സലാം മടക്കിക്കൊണ്ട് നബി ചോദിച്ചു, മഹ്മൂദ്, നിനക്ക് എന്തുപറ്റി? സർവശക്തനായ റബ്ബിന്റെ ഖദിനെ നീ ചോദ്യം ചെയ്തു പോയോ? ഇല്ല നബിയെ, അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആലു ഇമ്രാനിലെ 26-ാം സൂക്തം പാരായണം ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നിപ്പോയി. പക്ഷേ എന്റെ കൈകൾ നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല. എന്നാൽ നാളെ എന്റെ നിക്കാഹാണ്. നിക്കാഹ് വേളയിൽ കൈ നീട്ടിക്കൊടുക്കാൻ എനിക്ക് കൈപ്പത്തികളില്ലല്ലോ എന്നോർത്താണ് എന്റെ സങ്കടം. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മുത്ത് നബി അരുളി, മഹ്മൂദ്, നീ വിഷമിക്കേണ്ട. തിരുനബി അദ്ദേഹത്തിന്റെ മുറിഞ്ഞുപോയ കൈത്തണ്ടകളിൽ തടവി. അത്ഭുതം! അദ്ദേഹം നോക്കിനിൽക്കെ കൈപ്പത്തികൾ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. നബിയും സ്വഹാബത്തും സലാം ചൊല്ലി പിരിഞ്ഞുപോയി. മഹ്മൂദ് രാജാവ് ഞെട്ടിയുണർന്നു. കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ അദ്ദേഹം കൈകൾ തൊട്ടുനോക്കി. അത് സത്യമായിരുന്നു. അല്ലാഹു തന്റെ കൈകൾ തിരിച്ചു നൽകിയിരിക്കുന്നു. അദ്ദേഹം നന്ദിയോടെ അൽഹംദുലില്ലാഹ് എന്ന് മന്ത്രിച്ചു. ആ രാത്രി മുഴുവൻ അദ്ദേഹം സ്വലാത്തുകൾ ചൊല്ലി പ്രാർത്ഥനയിൽ മുഴുകി. പുലർച്ചെ രാജകുമാരി പഠിക്കാനായി അവിടെ വെച്ചിരുന്ന ഖുർആൻ സ്വന്തം കൈകളാൽ എടുത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയായിരുന്നു. വിവാഹത്തിനായി മണവാളനെ അണിയിച്ചൊരുക്കാൻ എത്തിയ ഭടന്മാർ ഈ കാഴ്ച കണ്ട് സ്തബ്ധരായി. ഖുർആൻ കൈകളിൽ പിടിച്ചു ഓതുന്ന മഹ്മൂദ് രാജാവിനെ കണ്ട് അവർ അലറിവിളിച്ചു. വിവരമറിഞ്ഞ് ഭടന്മാരും ഉദ്യോഗസ്ഥരും ഓടിക്കൂടി. അവർ കിതച്ചുകൊണ്ട് മഹാരാജാവിന്റെ അടുത്തെത്തി. മഹാരാജാവേ, ആ തടവുകാരൻ കൈകളുണ്ട്. നിനക്ക് തോന്നിയതാവും, രാജാവ് അവിശ്വസനീയതയോടെ പറഞ്ഞു. അല്ല പ്രഭു, ഞങ്ങൾ എല്ലാവരും നേരിട്ടു കണ്ടതാണ്. രാജാവ് ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കിയ ഘാതകനെ വിളിച്ചു. ഞാൻ എന്റെ കൈപ്പത്തികൾ കൊണ്ട് ആ കൈകൾ വെട്ടിമാറ്റിയതാണ്. അയാൾ സത്യം ചെയ്തു. കൗതുകവും ആകുലതയും നിറഞ്ഞ രാജാവ് ജയിലിലേക്ക് കുതിച്ചു. അവിടെ പുറംതിരിഞ്ഞുനിന്ന് ഖുർആൻ ഓതുന്ന മഹ്മൂദ് രാജാവിനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ മഹാരാജാവ് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. എന്റെ റബ്ബേ, മഹാരാജാവല്ലേ! ഇദ്ദേഹം എങ്ങനെ ഈ ജയിലിലെത്തി? രാജാവിന് ബോധം മറയുന്നതുപോലെ തോന്നി.
താൻ കള്ളനെന്ന് കരുതി കൈ വെട്ടിമാറ്റിയത് ഒരു ചക്രവർത്തിയുടേതാണെന്ന സത്യം അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. അല്പനേരത്തിനു ശേഷം അദ്ദേഹം വിറയലോടെ ചോദിച്ചു, മഹാരാജാവേ, അങ്ങ് എങ്ങനെ ഇവിടെയെത്തി? അത് നിങ്ങളുടെ ഭടന്മാരോട് ചോദിച്ചു നോക്കൂ, മഹ്മൂദ് രാജാവ് ശാന്തനായി പറഞ്ഞു. ഭടന്മാർ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. രാജാവ് അവരോട് ചോദിച്ചു, അദ്ദേഹം തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തിയിരുന്നില്ലേ? ഞാൻ പലവട്ടം പറഞ്ഞു, പക്ഷേ അവർ എന്റെ വായ തുണികൊണ്ട് കെട്ടിവെച്ചു, മഹ്മൂദ് രാജാവ് പറഞ്ഞു. രാജാവ് ക്രോധം കൊണ്ട് വിറച്ചു. മഹ്മൂദ് രാജാവ് തുടർന്നു, ഞാൻ കള്ളനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? തൊണ്ടിമുതൽ എന്റെ കൈവശം ഉണ്ടായിരുന്നോ? കട്ടവന്റെ ഒരു കൈപ്പത്തിയല്ലേ വെട്ടേണ്ടത്, പിന്നെന്തിനാണ് നിങ്ങൾ എന്റെ 2 കൈപ്പത്തികളും വെട്ടിയത്? വസ്തുതകൾ അന്വേഷിക്കാതെ ശിക്ഷ നടപ്പാക്കിയ നിങ്ങളിലെ യഥാർത്ഥ തെറ്റ്. അതിയായ പശ്ചാത്താപത്താൽ രാജാവ് തലതാഴ്ത്തി. അപ്പോൾ മഹ്മൂദ് രാജാവ് പറഞ്ഞു, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്റെ രക്ഷിതാവിനോട് ഒരു തെറ്റു ചെയ്തു. അതിനുള്ള ശിക്ഷയായി അല്ലാഹു നിങ്ങളിലൂടെ എന്നെ പരീക്ഷിച്ചതാണ്. സന്തോഷം നിറഞ്ഞ മനസ്സോടെ രാജാവ് തന്റെ മകളുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നാൽ മകൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. മകൾ പറഞ്ഞു, ഉപ്പാ, എനിക്ക് എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നത്. പക്ഷേ ഇത് ആരോടും വെളിപ്പെടുത്തില്ലെന്ന് ഞാൻ റബ്ബിനോട് സത്യം ചെയ്തിരുന്നു. പിന്നീട് വലിയ ആഘോഷത്തോടെ വിവാഹം നടന്നു. മണവാളന്റെ കൈപ്പത്തികൾ കണ്ട് അതിഥികളെല്ലാം അത്ഭുതപ്പെട്ടു. ഈ കൈകൾ എങ്ങനെ തിരികെ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയണമായിരുന്നു. വിവാഹശേഷം മഹ്മൂദ് രാജാവ് എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനോട് വിതുമ്പിക്കരഞ്ഞു പ്രാർത്ഥിച്ചു, മുത്ത് നബിയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു. അങ്ങനെ തിരുനബി തങ്ങൾ എനിക്ക് തിരിച്ചു തന്നതാണ് ഈ കൈകൾ. റബ്ബിലേക്ക് അടുക്കുന്നവർക്ക് അല്ലാഹു ഇത്തരത്തിൽ അത്ഭുതകരമായ കറാമത്തുകൾ നൽകി അനുഗ്രഹിക്കുമല്ലോ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.